കുട്ടികളുടെ മാനത്തിന് 5 ലക്ഷം രൂപയെ വിലയുള്ളൂ. എന്നിട്ട് നമ്മളൊന്നും പറയാനും പാടില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കെതിരെ കേൾക്കും. ഇത് എന്ത് രാജ്യമാണെന്നൊക്കെ തോന്നിപ്പോവുക. അപ്പൊ ചുരുക്കം പറഞ്ഞ ഇത് ചെയ്തവരെല്ലാവരും വളരെ നിഷ്കളങ്കരും. അവൾ ഒരു വലിയ കുറ്റക്കാരിയും പോലെ ആയിപ്പോയി നിയമത്തിന് മുൻപിൽ. ഹലോ, അങ്ങനെ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവ്, 5 ലക്ഷം രൂപ പിഴ. ഒരു പെണ്ണിൻ്റെ മാനത്തിന് അവൾ അനുഭവിച്ച കാര്യങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ വില കോടതി അങ്ങ് നിശ്ചയിച്ചു. 6 പ്രതികളിൽ ഒരാൾ 50,000 രൂപ വെച്ച് കൊടുക്കണം. മറ്റേത് 2 ലക്ഷം, എല്ലാം കൂടെ 5 ലക്ഷം രൂപ. ഇതാണ് നമ്മുടെ കേരളത്തിൽ പെൺകുട്ടികളുടെ മാനത്തിനുള്ള വില. പെൺകുട്ടികളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ കൂടെ 20 വർഷമുള്ള തടവിൽ നിന്ന് അവരെ മുൻപേ അനുഭവിച്ചിട്ടുള്ള തടവ് ശിക്ഷ അങ്ങ് കുറച്ചിട്ട് ഉള്ളൊരു വിധി. എന്നിട്ട് കോടതിയെ വിധിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വാണിംഗ്. ഇതൊക്കെ എങ്ങനെ ചർച്ച ചെയ്യാതിരിക്കും? എങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കും? ഇതിനേക്കാളൊക്കെ ഭേദം എന്തിനാ ഇവർക്ക് ശിക്ഷ കൊടുത്തേ എന്നുള്ള ആലോചന വരുമ്പോൾ പിന്നെ എങ്ങനെ സംസാരിക്കാതിരിക്കും? ഇവർക്ക് ഇത്രയും വലിയ ശിക്ഷ എന്തിനാ കൊടുത്തേ? വെറുതെ വിട്ടുവിടായിരുന്നോ? അവരങ്ങ് ജീവിച്ച് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് വെറുതെ വിടണമായിരുന്നോ? പ്രായം, മുമ്പ് കേസുണ്ടോ, പിന്നെ കുടുംബം എല്ലാത്തിനെയും പരിഗണിച്ചിട്ട് വെറുതെ വിട്ടതല്ലേ? ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന അതിജീവിതയ്ക്ക് കുടുംബമില്ല, പാരൻസ് ഇല്ല, ഭർത്താവില്ല, ഒന്നുമില്ല. അവൾ അനുഭവിച്ച കാര്യങ്ങൾക്ക് ഒരു വിലയും ഇല്ല. വിലയുണ്ട്, 5 ലക്ഷം രൂപ, അതാണ് വില. സത്യം പറഞ്ഞായില്ലേ, ദേഷ്യമാണോ സങ്കടമാണോ ഇനി വേറെ വല്ലതും ആണോ അറിഞ്ഞൂടാ. ഇതൊക്കെ കേട്ടിട്ടേ Court for 15 days, and those 15 days from morning till evening, each and every second of it, I was sitting in that court trying to prove that I didn't do anything wrong, that I am innocent. I am not the one who should be sitting here. That sitting in that court for 15 days, facing 7 different lawyers and their questions and cross-examination and examination and all that. That's when I felt that it's my fight, it's my battle. At the end of the day, I have to be in the court and fight it out. That I almost felt like it is like me versus the world. I was fighting it. So that's when I realized that ഇത് അതിജീവിത കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ക്ലിപ്പ്. ഇതിപ്പം വൈറലായിട്ട് എല്ലായിടത്തും കറങ്ങി നടപ്പുണ്ട്. ഇതിൽ അതിജീവിത പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. 15 ദിവസം 7 ലോയേഴ്സിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് എന്താണ് പറ്റിയത് എന്ന് വിശദീകരിക്കേണ്ടി വരുന്ന ഒരു വിക്ടിമിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ഒരു അതിജീവിതയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് ഇന്നതൊക്കെ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നതൊക്കെ ആണ് നടന്നത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ. ഈ 15 ദിവസത്തോളം ഈ വക്കീലിൻ്റെയും ജഡ്ജിയുടെ മുന്നിൽ തനിക്ക് നീതി കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് പോരാടുന്നത്. എന്നിട്ട് കിട്ടിയ നീതി, അല്ലെങ്കിൽ ആൾ അനുഭവിച്ചതിനുള്ള ഒരു വിധി, അതാണ് ഇന്ന് കോടതി പ്രഖ്യാപിച്ചത്. ഇത് ശരിക്കും അതിജീവിതയ്ക്ക് കിട്ടിയ നീതിയാണെന്ന് എനിക്ക് തോന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും വിധി പ്രസ്താവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ശ്യാം. 20 വർഷത്തെ തടവ് ശിക്ഷയാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കോടതി വിധിച്ചിരിക്കുന്നത്. 20 വർഷത്തെ തടവ് ശിക്ഷയും ഒപ്പം പിഴ ശിക്ഷയും. പിഴ എത്രയാണെന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. എന്തായാലും 20 വർഷത്തെ റിഗറസ് ഇംപ്രിസൺമെന്റ് ഫോർ 20 years. ഓക്കെ 1 to 6 എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ. എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ. 20 വർഷത്തെ തടവ് ശിക്ഷ, 50,000 രൂപ വീതം പിഴയും ഈടാക്കിയിട്ടുണ്ട്. എല്ലാ പ്രതികൾക്കും 20 വർഷത്തെ കഠിന തടവ്, 50,000 രൂപ പിഴവ്, 20 വർഷം. ആഡംബര ജീവിതം നയിക്കുന്ന പൾസർ സുനിക്കാണ് 50,000 രൂപ കെട്ടാൻ വലിയ പാട്. ഈ ബാക്കിയുള്ള 5 പേരുടെയും കൂടെ പൾസർ സുനി തന്നെയായിരിക്കും അങ്ങ് കെട്ടുന്നത്. കാരണം അത്രയും ഉണ്ടല്ലോ കയ്യിൽ.
ഈ 20 വർഷത്തെ തടവ്, ആ 20 വർഷത്തെ തടവിൽ നിന്ന് ഓൾറെഡി നിങ്ങൾ എത്രയാണോ കിടന്നിട്ടുള്ളത് അത് ഞാനങ്ങ് കുറച്ചിട്ട് ബാക്കി 13 വർഷമോ ബാക്കി എത്രയാണോ ഉള്ളത് അത് പോയി അങ്ങ് കിടന്നാൽ മതി. അതാണ് കോടതിയുടെ ഉത്തരവ്. ഇനി ഈ പ്രതികൾ ശിക്ഷ ഇളവ് നേടിയത് എങ്ങനെയാണെന്നറിയാവോ? പറഞ്ഞുതരാം. പൾസർ സുനിയുടെ വാദമായിരുന്നു വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, ശിക്ഷയിൽ ഇളവ് വേണം. ഇതാണ് പൾസർ സുനിയുടെ അവകാശവാദം. അതുപോലെ മാർട്ടിൻ, വീട്ടിൽ മാതാപിതാക്കൾ മാത്രം, ശിക്ഷയിൽ ഇളവ് വേണം. 2ാം പ്രതിയാ. 3ാമത്തെ പ്രതിയുണ്ട് മണികണ്ഠൻ, നിരപരാധിയാണ്, മനസ്സറിഞ്ഞ് ഒന്നും ചെയ്തിട്ടില്ല. മനസ്സറിയാതെ ഒന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറ്റിയത്. അല്ല, മനസ്സ് വേറെ പ്രവൃത്തി വേറെ, അതാണോ ഉദ്ദേശിച്ചത്? അതോ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് വേറെ, തലച്ചോറ് കൊണ്ട് പ്രവർത്തിക്കുന്നത് വേറെ, അതാണോ ഇനി മണികണ്ഠൻ ഉദ്ദേശിച്ചത്? അല്ല, അറിയാൻ വേണ്ടിയിട്ടാണ് ഒരാഗ്രഹമേ. ഇനി 4ാം പ്രതി ഉണ്ട് ബിജീഷ്, വീട് തലശ്ശേരിയിൽ, കണ്ണൂർ ജയിലിലേക്ക് വിടണം. അപ്പം കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിച്ചു, എന്നെ കണ്ണൂർ ജയിലിലോട്ട് വിട്ടാൽ മതി, ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട്. ഇനി 5ാമത്തെ ആൾ സലീം, ചെറിയ കുട്ടിയുണ്ട്, കുടുംബത്തിൻ്റെ ഏക ആശ്രയം. എടാ, കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണെങ്കിൽ ആ വല്ല പണിയും എടുത്ത് ജീവിക്കണോടാ, അല്ലാണ്ട് ഇതുപോലുള്ള ചെറ്റത്തരം കാണിക്കാനല്ല പോകേണ്ടത്. അവൻ കുടുംബത്തിലെ ഏക ആശ്രയം. ശിക്ഷാവിധിയിൽ ഇളവ് വേണം. 6ാം പ്രതി, അവന് പിന്നെ ഇളവ് മാത്രം മതി, തെറ്റൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ആൾക്കാർക്ക് മാതാപിതാക്കളുണ്ട്, ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, എല്ലാം ഉണ്ട്. ഈ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വീടില്ല, മാതാപിതാക്കളില്ല, ഫ്രണ്ട്സ് ഇല്ല, കരിയറില്ല, ഒന്നുമില്ല. അതുകൊണ്ട് എന്താ, അതിജീവിതയ്ക്ക് ഒരു നീതി, പ്രതികൾക്ക് വേറൊരു നീതി. അതുകൊണ്ട് പിന്നെ പ്രതികളെ പെട്ടെന്ന് അങ്ങ് തുറന്നു വിട്ടേക്കാം എന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട കോടതിയുടെ വിധി. കേട്ടേക്കണേ. തെളിവുകൾ ഭാഗ്യലക്ഷ്മി ടെലിഫോൺ ലൈനിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും 8ാം പ്രതിയെ വെറുതെ വിടുകയും ചെയ്ത ആ സമയത്ത് അതിജീവിതയോട് ഒപ്പം അവരുടെ വീട്ടിൽ അവർക്ക് പിന്തുണയുമായി ഉണ്ടായിരുന്ന ഭാഗ്യലക്ഷ്മി ഇപ്പോൾ നമുക്ക് ടെലിഫോൺ ലൈനിൽ. ശ്രീമതി ഭാഗ്യലക്ഷ്മി, 1 മുതൽ 6 വരെ പ്രതികൾ മാത്രമാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. അവർക്ക് കൂട്ടബലാത്സംഗത്തിന് നിയമം അനുശാസിക്കുന്ന ശിക്ഷയുടെ ഏറ്റവും ചെറിയ ശിക്ഷ, അതായത് 20 വർഷത്തെ കഠിന തടവ് മാത്രം. അതെ, ഒരു പെണ്ണിന്റെ മാനത്തിന് 5 ലക്ഷം റുപ്യ വിലയും അല്ലേ? അതെ, 50,000 രൂപ വീതം ഓരോ പ്രതിക്കും പിഴ ശിക്ഷ, അതിൽ 5 ലക്ഷം അതിജീവിതയ്ക്ക് കൊടുക്കണമെന്നുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അപ്പൊ മറ്റവരെയൊക്കെ വെറുതെ ഇട്ടമാരി ഇവരെ അങ്ങ് വെറുതെ ഇട്ടാ മതിയായിരുന്നു. ഇതിപ്പോ നമ്മൾ ചില കുട്ടികളെ ശാസിക്കില്ലേ, ഇനി കുറുമ്പ് കാണിക്കരുത് എന്നൊക്കെ, അതുപോലെ ആയ മാതിരിയേ തോന്നുള്ളൂ. അവളുടെ മാനത്തിന് 5 ലക്ഷം രൂപയെ വിലയുള്ളൂ. എന്നിട്ട് നമ്മളൊന്നും പറയാനും പാടില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാ നമുക്കെതിരെ കേൾക്കും. എന്താ പറയാ ഇതിന്, എനിക്കറിയില്ല എന്താ പറയണ്ട. ഇത് എന്ത് രാജ്യമാണെന്നൊക്കെ തോന്നിപ്പോവുക. സത്യം, ഈ ഒരു കാര്യം അങ്ങ് UAE-യിലോ അതുപോലെയുള്ള വല്ലയിടത്തുമാണ് നടന്നിരുന്നെങ്കിൽ അവിടുത്തെ വിധി എന്താവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ നമ്മുടെ ഇന്ത്യയും അല്ലെങ്കിൽ നമ്മുടെ കേരളവും UAE-യും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. അവിടെ വല്ലതും ആയിരുന്നെങ്കിൽ ഈ 6 എണ്ണത്തിന് എപ്പോൾ തീർത്തെന്ന് ചോദിച്ചാൽ മതി. ഇവിടെ പിന്നെ ഇതാണ് ശിക്ഷ. ഇനിയിപ്പം കോടതി അധിക്ഷേപിച്ചെന്ന് പറഞ്ഞിട്ട് കേസ് വരുമായിരിക്കും. എന്തേലും ആകട്ടെ, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരു പെണ്ണെന്ന നിലയിൽ മിണ്ടാതിരിക്കാൻ വയ്യടോ, വയ്യ. സീരിയസ്ലി ഈ ഒരു കാര്യത്തിൽ ഫെഡപ്പായിരിക്കുക. ഒരുതരം നമുക്കിങ്ങനെ പറയത്തില്ലേ, മനസ്സൊക്കെ ഇങ്ങനെ ഒരു മടുപ്പ് പിടിക്കുക എന്നുള്ളത്, ആ ഒരു ഇതിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കുറേ നേരമായിട്ട് ഈ വീഡിയോ ചെയ്യേണ്ടിയോ, കാരണം ഒന്നിനും തോന്നുന്നില്ല ഇത് കേട്ടിട്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതാണ് ഈ സമയത്തുള്ള ഈ വീഡിയോ. കാരണം ദേഷ്യമാണോ സങ്കടമാണോ അറിഞ്ഞൂടെ, എന്തൊക്കെയോ ഒരു ഇമോഷൻസ്. ഈ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും അപ്പീൽ കൊടുക്കണം. കാരണം ഇതിന് മുകളിലോട്ടുള്ള ആൾക്കാർക്കെങ്കിലും ഈ ഇമോഷൻസ് ഫീലിംഗ് ആൾക്കാർ ഫേസ് ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ ഈ അതിജീവിത ഫേസ് ചെയ്തേക്കുന്ന സിറ്റുവേഷൻ, അത് കാരണം ആൾക്ക് വന്നിരിക്കുന്ന മെൻ്റൽ ഡ്രാമയൊക്കെ മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിന് അപ്പീൽ കൊടുത്തേ പറ്റത്തുള്ളൂ. പൾസർ സുനി ഇതിനോടകം 7 വർഷവും 6 മാസവും 29 ദിവസവും ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഇതിലെ ഒരു
ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം, ഈ 6 പ്രതികളിൽ ഇനിയിപ്പോൾ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി ആദ്യം പുറത്തിറങ്ങുന്നയാൾ ഒരുപക്ഷെ പൾസർ സുനി ആയിരിക്കും. ഈ കേസിലെ 1-ാം പ്രതി ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം. ഇതിനോടകം തന്നെ 7 വർഷത്തിലധികം ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയതുകൊണ്ട് ഇനി 13 വർഷക്കാലം പൾസർ സുനിക്ക് ശിക്ഷ അനുഭവിച്ചാൽ മതി. മാർട്ടിൻ ആന്റണി 5 വർഷവും 21 ദിവസവും, സ്വാഭാവികമായും 15 വർഷം മാർട്ടിൻ ജയിലിൽ കിടക്കേണ്ടി വരും. മണികണ്ഠനാകട്ടെ 4 വർഷവും 8 മാസവും 27 ദിവസവും. ബാക്കി നാൾ ഏകദേശം 14 വർഷത്തോളം മണികണ്ഠൻ കിടക്കേണ്ടി വരും. വിജേഷ് ആകട്ടെ 5 വർഷം മാത്രമാണ് കിടന്നത്, 15 വർഷം വിജേഷിന് കിടക്കേണ്ടി വരും. സലീം 1 വർഷം മാത്രമാണ് കിടന്നത്, 19 വർഷം കിടക്കേണ്ടി വരും. പ്രദീപ് വിചാരണക്കാലത്തെ തടവ് ശിക്ഷയിൽ കൈയടിച്ച് വിസിലടിച്ച് എല്ലാവരും ഈ വിധിയെ നെഞ്ചത്തോട്ട് അങ്ങ് സ്വീകരിക്കുക. അല്ലാണ്ട് പിന്നെ എന്തുവാടേയും ഞാൻ പറയേണ്ടത്. 1-ാം പ്രതി ആദ്യം ഇറങ്ങും. ഫസ്റ്റ് 1-ാം പ്രതി തന്നെ ജയിലിൽ കിടന്ന് 1-ാം പ്രതി തന്നെ ആദ്യം ഇറങ്ങുകയും ചെയ്യും. എന്താ അല്ലേ, കൈയടിച്ച് വിസിലടിച്ച് പാസ്സാക്കേണ്ട വിധിയാണ്. നാട്ടുകാരെ കൈയടിക്കുകയും പാസ്സാക്കുകയും. ജസ്റ്റിസ് കെമാൽ പാഷ ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ കെമാൽ പാഷ, കേരളം കാത്തിരുന്ന ആ ശിക്ഷാവിധി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. എല്ലാ പ്രതികൾക്കും 20 വർഷം കഠിന തടവ് എന്നതാണ് 376B ചുമത്തുന്ന കേസിലെ മിനിമം ശിക്ഷ. അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. മിനിമം ശിക്ഷയാണ് കൊടുത്തേക്കുന്നത്. അത് ഇങ്ങനൊരു കേസ്, അതുപോലെ ഇത്രയും പ്രമാദമായ ഒരു പ്രമാദം എന്ന് പറഞ്ഞാൽ ഒരു നിരാലംബയായ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് അതിനെ മാത്രമേ ഉള്ളൂ. അതിന് ഇത്രയും പേര് കാടന്മാര് വരെ ഇത്രയും കാടത്തം അതിനെ കാണിച്ച് അതിനെ പിച്ച് ചീന്തിയ കേസിനകത്ത് മിനിമം സെന്റൻസ് മതി എന്ന് കോടതി തീരുമാനിച്ചു. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അഫ്കോഴ്സ് കോടതിയുടെ വിവേചനാധികാരമാണ് ഈ ശിക്ഷ, ഏത് ശിക്ഷ കൊടുക്കണം എന്നുള്ളത്. അത് ഇന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ കോടതി തീരുമാനിക്കുന്നതാണ്. പക്ഷെ ഞാനാണെങ്കിൽ ഇതല്ല കൊടുക്കുന്നത്, അതേ ഞാൻ പറയുള്ളൂ. കാരണം ഇത് ഈ മിനിമം സെന്റൻസ് കൊടുക്കേണ്ട ഒരു കേസായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത് ഇനി ഈ ശിക്ഷ വെച്ച കോടതിക്ക് അങ്ങനെ തോന്നി കാണും, അതുകൊണ്ടായിരിക്കും ചെയ്തേക്കുന്നത്. ഒരു ഘട്ടത്തിൽ എല്ലാവർക്കും ഒരു ശിക്ഷ വേണമോ എന്ന് ചോദിച്ചിരുന്നു കോടതി. ഈ ഇന്നത്തെ ശിക്ഷാവിധി പ്രഖ്യാപിക്കാനിരിക്കുന്ന ദിവസം വാദപ്രതിവാദം നടക്കുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹം വല്ലതും ആയിരുന്നെങ്കിൽ നീതി കിട്ടിയേനെ. അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് സംതൃപ്തി കിട്ടുന്നതിലുള്ളൊരു വിധി അതെങ്കിലും കിട്ടിയേനെ. ഇവിടെ നീതിയില്ല, തൃപ്തിയുമില്ല. ഇനി അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ ഇപ്പം എല്ലാ നിയമങ്ങൾ പറയുന്ന ചില ആൾക്കാർ പറയാറുണ്ട് സ്ത്രീകൾക്ക് അനുകൂലമാണ് നിയമം. കേട്ടല്ലോ അല്ലേ? അതാണിപ്പോൾ ഇവിടെ കണ്ടേക്കുന്നത്, സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമം. എല്ലാവരും കണ്ടു കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടെ ഇത് ഞാൻ ഇവിടെ നിർത്തുന്നു. ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും. സീരിയസ്ലി എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. ഒരപേക്ഷയുണ്ട്. എന്താണെന്നറിയോ, ഇവരൊന്ന് ഇവിടുന്ന് മാറ്റിയിട്ട് കുറച്ച് മനസാക്ഷിയുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഒരാൾ ഒന്ന് ഈ സീറ്റിൽ കയറി ഇരിക്കാവൂ. ഇവർ ഹൈക്കോടതിയിലോ അല്ല മുകളിലോട്ടോ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടോ പ്ലീസ് ഞാൻ നിർത്തുക. ഇനി ഇത്രയും പറഞ്ഞതിൻ്റെ പേരിൽ വല്ല കേസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കാരണം ആസ് എ ഗേൾ എനിക്ക് മിണ്ടാതിരിക്കാൻ തോന്നുന്നില്ലടേ. ഒരുതരം ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് തോന്നുന്നു. ഈ നിയമം വെച്ചിട്ട് ഇവിടെ ജീവിക്കുകയാണെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം നാളെ ഒരു പക്ഷേ എനിക്കിതുപോലെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതേ നീതി നിയമം എന്നൊക്കെ തന്നെയല്ലേ നടപ്പാക്കാൻ പോകുന്നത്. ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് ആലോചിക്കുക. സീരിയസ്ലി. ശരി എന്നാൽ.